കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. കാളികാവ് അമ്പലക്കടവിലെ ജനവാസ മേഖലയിൽ ആരംഭിക്കുന്ന മൊബൈൽ ടവറിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം 300-ൽ പരം ആളുകൾ പങ്കെടുത്തു. ഏറ്റവും സങ്കടകരമായ കാര്യം, പലപ്പോഴും പല നാട്ടിലും അന്യനാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് ഇത്തരം ടവറുകൾ സ്ഥാപിക്കുന്നത്. അതല്ലെങ്കിൽ ജനവാസ മേഖലയില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്ത്. മാത്രമല്ല, വളരെ അടുത്ത് കഴിയുന്ന കാക്കുകയാണെങ്കിലും വൈകുണ്ഠ എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത് ഒന്നിച്ച് ചെറുപ്പം മുതലും വളർന്ന് ജീവിച്ച ആളുകളാണ്. ഇതിന്റെ പരിസരത്തിലെ ആളുകളും. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രവർത്തനം ഉണ്ടായത് വളരെ വേദനാജനകമാണ്. നേരത്തെ ഇവിടെ താഴെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരികളെടുത്ത് നമ്മൾക്ക് ഒരു രക്ഷയില്ല. ഞാൻ ഈ ടവർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇതിന്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലൊരു വിവരാവകാശം കൊടുത്തു. ആദ്യത്തെ വിവരാവകാശം കൊടുത്തത് ഞാനാണ്. ആ വിവരാവകാശം കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഉപദേശം അന്ന് അവിടുന്ന് പറഞ്ഞത്, ഇതിൽ പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ കേരള ഗവൺമെന്റിന് പോലും ഇടപെടാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. കാരണം ഇതിന്റെ പിന്നിലുള്ളത് വൻ കുത്തക മുതലാളിമാരാണ്. ആ കുത്തക മുതലാളിമാര് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അവരെ കയ്യിൽ വിധിയുടെ പകർപ്പുണ്ട്. ആ പകർപ്പാണ് എനിക്ക് കാണിച്ചത്. സത്യം പറയണമെങ്കിൽ വളരെ വിരോധാഭാസമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു തൊടിയിലൊരു കക്കൂസിന്റെ കുഴി വെക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വേണം. പക്ഷെ ആളുകൾക്ക് ഏറ്റവും ഉപദ്രവമുള്ള ഈ ടവർ സ്ഥാപിക്കണമെങ്കിൽ പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ ആരുടെയും അനുമതി വേണ്ട. പക്ഷെ നികുതി വാങ്ങാം. ചടങ്ങിൽ കുന്നുമൽ ഇബ്രാഹിം, പറമ്പാടൻ ബഷീർ, കരുമാരോട്ട് അബ്ദുസലാം, ജംഷീദ് പനനിരത്ത്, അമാനുള്ള, അലി അക്ബർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്.